അസ്സലാമു അലൈക്കും. ഈ വാർ ഓൺ ടെറർ എന്ന് നമ്മൾ പറയുമ്പോൾ അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു വാക്ക് ടെറർ എന്നുള്ളതാണ്. ഭീകരത ഉൽപ്പാദിപ്പിക്കുന്നവരെ കുറിച്ച് ടെററിസ്റ്റുകൾ എന്ന് പറയും. ഈ ടെററിസവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു പരാമർശത്തിൻ്റെ പേരിൽ ഒരു കോടതി നടപടി നേരിട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു പരിപാടിയിൽ വെച്ച്, ഇതേപോലെ ഒരു പബ്ലിക് പ്രോഗ്രാമിൽ വെച്ച് ഒരാൾ എന്നോട് ചോദിച്ചു, നിങ്ങളെ ഉസാമ ബിൻ ലാദൻ എന്ന് ആളുകൾ വിളിക്കുന്നുണ്ട്, അതേക്കുറിച്ച് എന്താണ് അഭിപ്രായം? അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അതിലെനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഭീകരവാദികൾ എന്നുള്ളത്, ഒരാൾ ഭീകരവാദിയോ അല്ലെങ്കിൽ ഒരാൾ വിമോചനവാദിയോ ഒക്കെ ആകുന്നത് കലണ്ടറുകൾ മാറുന്നതനുസരിച്ച് സംഭവിക്കുന്ന ഒരു സംഗതി മാത്രമാണ്. 1947 മുമ്പ് ഭഗത് സിംഗ് ഒരു ഭീകരവാദിയായിരുന്നു. ഭീകരത ആരോപിക്കപ്പെട്ട് ഭരണകൂടത്താൽ തൂക്കിലേറ്റപ്പെട്ട ആളാണ്. 1947 ശേഷം അദ്ദേഹം ധീര രക്തസാക്ഷിയാണ് എന്ന് എഴുതുന്നത് തെറ്റിപ്പോയാൽ ഇമ്പോസിഷൻ എഴുതാൻ ബാധ്യതപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് ഈ പറയുന്നത് ഒരു കലണ്ടറിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ള മാറ്റം മാത്രമാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ഭഗത് സിംഗിനെ അപമാനിച്ചു, എനിക്കെതിരെ കേസെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കോടതി വ്യവഹാരങ്ങൾ പോകുന്നത്. അപ്പം അത് പറഞ്ഞതിൻ്റെ പേരിൽ കേരളത്തിൽ 200 ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ ഒരു സംഘടന എനിക്കെതിരെ പ്രകടനവും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഭീകരത എന്ന് പറയുമ്പോൾ അത് എഗൻ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ 2 വർഷം മുമ്പ് വരെ, മിനിയാന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം അങ്കാറയിൽ, തുർക്കി തലസ്ഥാനമായ അങ്കാറയിൽ ഈ നാറ്റോ സമ്മിറ്റിൽ പങ്കെടുക്കാൻ വന്ന സമയത്ത് പല മീറ്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അതിൽ മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നടന്നൊരു മീറ്റിംഗ് ആയിരുന്നു. അഹമ്മദ് ഷറ, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് ഷറയും അദ്ദേഹവും ഒന്നിച്ചുള്ളൊരു മീറ്റിംഗ്. ഈ അഹമ്മദ് ഷറയുടെ തലയ്ക്ക് 2 വർഷം മുമ്പ് വരെ $1 കോടി US ഡിപ്പാർട്ട്മെന്റ് ഈ മനുഷ്യന്റെ തലയ്ക്ക് വിലയിടുക എന്ന് പറഞ്ഞാൽ, ഇയാളെ കൊന്നിട്ട് തല കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ കൊല്ലുന്ന ആൾക്ക് $1 കോടി നമ്മൾ കൂട്ടണം. 1 കോടി ഉറുപ്പിയുടെ അല്ല, $1 കോടി ഇനാം പ്രഖ്യാപിച്ചതാണ്. 2 വർഷം മുമ്പ് വരെ ആ ഇനാം, 1.5 വർഷം മുമ്പ് വരെ ആ ഇനാം നിലവിലുണ്ടായിരുന്നു. ആ മനുഷ്യൻ 5-6 മാസങ്ങൾക്ക് മുമ്പ് വൈറ്റ് ഹൗസിൽ പോയി ഡൊണാൾഡ് ട്രംപിനെ കാണുന്നു, കെട്ടിപ്പിടിക്കുന്നു, സംയുക്ത പത്രസമ്മേളനം നടത്തുന്നു. ഇന്നലെ തുർക്കിയിൽ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹവുമായിട്ട് ചേർന്ന് സംയുക്ത പത്രസമ്മേളനം നടന്നു. ഈസ് എ ടഫ് ഗായ്, ബ്രൈവ് ഗായ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പുകഴ്ത്തുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അഹമ്മദ് ഷറ 1.5 വർഷം മുമ്പ് വരെ $1 കോടി തലയ്ക്ക് ഇനാം പ്രഖ്യാപിക്കപ്പെട്ട ഒരു ഭീകരവാദി, ഒരു ടെററിസ്റ്റ്, കോട്ട് ആൻഡ് കോട്ട്. അയാള് ഹീസ് എ മാൻ ഓഫ് ഇൻക്രെഡിബിൾ ജോബ് എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ഗംഭീരമായി ജോലി ചെയ്യുന്ന, വളരെ ടഫായിട്ടുള്ള, വളരെ ബ്രേവ് ആയിട്ടുള്ള, വളരെ ഹാൻസം ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പുകഴ്ത്തുന്നുണ്ട്. അപ്പം അത്രയും പെട്ടെന്ന് മാറാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, അത് അഹമ്മദ് ഷറ അദ്ദേഹത്തിൻ്റെ അധികാരം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശക്തി അത് എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളതാണ്. അതല്ലാതെ അതിനപ്പുറം വേറെ തിയററ്റിക്കലോ അല്ലെ തിയോളജിക്കലോ ഒന്നും ആയിട്ടുള്ള ഒരു ഇതുമില്ല. അദ്ദേഹത്തെ എസ്റ്റാബ്ലിഷ് ചെയ്തു. സിറിയ അദ്ദേഹം പിടിച്ചെടുത്തു, പൊരുതി പോരാടി, ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടായി, പിടിച്ചെടുത്തു. അപ്പോൾ ഈ പറയുന്ന ആഖ്യാനങ്ങൾക്കോ ടെററിസവുമായി വന്ന ഡെഫിനിഷനോ അല്ലെങ്കിൽ അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അവരുടെ ലിസ്റ്റിങ്ങിനോ ഒന്നും പ്രസക്തിയില്ലാതായി മാറുകയാണ്. ഇത് പ്രാഥമികമായിട്ട് ഇതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇനി നമ്മൾ വാർ ഓൺ ടെറർ എന്ന് പറയുന്ന പ്രതിഭാസത്തിന്റെ 25ാം വർഷത്തിലാണ് ഈ ഒരു കോൺഫറൻസ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി
ഈ ഒരു കാര്യം നമുക്കറിയാം 2001 ഈ സംഗതി തുടങ്ങുന്നത്. എൻ്റെ ജീവിതത്തെ ഇത് എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ള ഒരു 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 കാര്യത്തിലൂടെ ഈ വിഷയത്തിലേക്ക് കടക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ വ്യക്തിപരമായ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഒരു കരിയർ ഗോൾ, ഒരു കരിയർ ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുമല്ലോ. അങ്ങനെ സിനിമാ രംഗത്ത് പ്രവർത്തിക്കണം എന്നുള്ള നിലയിൽ മനസ്സിനെ പാകപ്പെടുത്തുകയും അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അതിനിടയിലാണ് അതിനുവേണ്ടി തന്നെയാണ് ഞാൻ ഹൈദരാബാദിൽ പഠിക്കാൻ പോകുന്നത്. അവിടെ ഈ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, ഇതേമാതിരി ടെലിവിഷൻ പ്രൊഡക്ഷൻ, ഇതിലൊക്കെ കുറച്ച് ഇത് കൊടുക്കുന്ന ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയുന്നു. അവിടെ പോയി ജോയിൻ ചെയ്യുന്നു. ആ സമയത്താണ് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞതുപോലെ കേരളത്തിന് പുറത്തുള്ള പല നഗരങ്ങളിലും പല സന്ദർഭങ്ങളിലായിട്ട് സ്ഫോടനങ്ങൾ നടക്കുകയാണ്. സ്ഫോടനങ്ങൾ നടക്കുന്നു, എല്ലാം ഒരു പാറ്റേണിൽ ഇങ്ങനെ പോവാണ്. സ്ഫോടനങ്ങൾ നടക്കുന്നു, കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് വേറെ ഏതെങ്കിലും സിറ്റിയിൽ സ്ഫോടനങ്ങൾ നടക്കുന്നു, കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. അറസ്റ്റ് ചെയ്യപ്പെടുന്നവരൊക്കെ മുസ്ലിം ചെറുപ്പക്കാരാണ്. അതിൽ നല്ലൊരു ശതമാനം എഡ്യൂക്കേറ്റഡ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഇങ്ങനെ സ്ഫോടനം നടക്കും. പിറ്റേ ദിവസം ഒരു 8 കോളം ഒരു അനലിറ്റിക്കൽ സ്റ്റോറി ഉണ്ടാവും. പ്രവീൺ സ്വാമി എന്ന് പറഞ്ഞൊരു കക്ഷി, പ്രവീൺ സ്വാമി എന്നല്ലേ, യെസ്, പ്രവീൺ സ്വാമി എന്ന് പറഞ്ഞിട്ട് ഒരു കക്ഷി ദ ഹിന്ദു പത്രത്തിൽ 8 കോളം ഒരു അനാലിസിസ് കൊടുക്കും. അത് അവിടുന്ന് ബംഗ്ലാദേശിൽ നിന്ന് സിലിഗുരി വഴി ഇങ്ങോട്ട് കയറി അങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് പോയി ഇയാളെ കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു നല്ല രസകരമായിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. വെൽ ക്രാഫ്റ്റഡ് സ്റ്റോറി ആയിരിക്കും. ഞാനിപ്പോൾ ഓർക്കുന്നു, മക്ക മസ്ജിദ് സ്ഫോടനം ഉണ്ടായതിൻ്റെ പിറ്റേ ദിവസം ഈ പ്രവീൺ സ്വാമിയുടെ സ്റ്റോറി വരുന്നുണ്ട്. അതിൻ്റെ പിറകിൽ ഹുജിയാണ്, ഹർക്കത്തുൽ ജിഹാദുൽ ഇസ്ലാമി, ഹുജി, ബാംഗ്ലാദേശ് ബേസ്ഡ്. അവരെന്തിനാണ് മക്ക മസ്ജിദിൽ ബോംബ് വെക്കുന്നത്? മക്ക മസ്ജിദിന് ആ പേര് വന്നത് മക്കത്ത് നിന്നുള്ളൊരു കല്ല് അവിടെ ഉണ്ട്. അപ്പോൾ അത് ഐഡൽട്രിയാണ്, എന്താണ്, ഷിർക്കാണ്. അപ്പോൾ ഹുജി എന്ന് പറയുന്നത് ഒരു വഹാബി സംഘടനയാണ്. അപ്പോൾ ഇവിടെ ഷിർക്കിൻ്റെ ഇതുള്ളതുകൊണ്ട് അതിനെതിരായിട്ടുള്ള ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യുന്നു. 8 കോളം ദ ഹിന്ദുവിലാണ് വരുന്നത് കേട്ടോ, വേറെ ഏതും പത്രത്തിലല്ല. എഗൈൻ നമ്മൾ മനസ്സിലാക്കണം, അന്ന് ഇന്ത്യ ഈ നടക്കുന്ന പല കാര്യങ്ങളും BJP ഭരിക്കുമ്പോഴല്ല, കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒരു പാറ്റേൺ ആയിട്ട് സംഭവിക്കുകയാണ്. സ്ഫോടനം നടക്കുക, പ്രവീൺ സ്വാമിയുടെ സ്റ്റോറി വരിക, കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്യുക. കുറേ സമയം പിന്നെ ഒരു സ്ഫോടനം നടക്കുക, പ്രവീൺ സ്വാമിയുടെ സ്റ്റോറി വരിക, കുറേ അധികം ആളുകളെ അറസ്റ്റ് ചെയ്യുക. ഇതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരെ കുറിച്ചോ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ബന്ധുക്കളോ അങ്ങനെയൊന്നും ആരും സംസാരിക്കുന്നില്ല. പ്രവീൺ സ്വാമി പറയുക, അതിൻ്റെ വേറെ പല വേർഷൻ നമ്മുടെ നാട്ടിലെ കൗമുദി പത്രത്തിലും മാതൃഭൂമി പത്രത്തിലൊക്കെ കുറച്ചും കൂടെ സബ് ടെക്സ്റ്റുകൾ, സബ് സ്റ്റോറീസ് വെച്ചിട്ട് കൊണ്ടുവരിക. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സംഘടനകളുടെ ഭാഗത്തുണ്ടാകുന്ന എന്ന് വെച്ചാൽ ഓരോന്നുണ്ടാകുമ്പോഴും അപലപിക്കുക, എല്ലാം ഇപ്പോൾ അപലപിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ മുമ്പ് എഴുതിയ പോലെ സമുദായം മൊത്തത്തിലൊരു അപലപന തൊഴിലാളി യൂണിയനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ പരിപാടി? അപലപനം. ഇന്നും അപലപിക്കും, നാളെ അപലപിക്കും, മറ്റന്നാൾ പിന്നെ അപലപിക്കും. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിലുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ അപലപനത്തിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് അത് നമ്മളല്ല എന്ന് പറയും. നമ്മൾ സമാധാനപൂർവ്വം പ്രവർത്തിക്കുന്നവരാണ്, ഭരണഘടനാധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവരാണ്. മറ്റവന്മാരുണ്ട്, അവർ ഇങ്ങനെയല്ല, അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യും. അവരോട് ഞങ്ങൾ പണ്ടേ പറഞ്ഞു, ഞങ്ങൾ 1968 പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയും. ഇതാണ് ഇത്തരം സംഗതികളുള്ള മുസ്ലിം സംഘടനകളുടെ സാമാന്യമായിട്ടുള്ള ഒരു സമീപനം എന്ന് പറയും. ഇതിന് അകത്തും പുറത്തുമുള്ള, കൂടുതലും കേരളത്തിന് പുറത്താണ്. അപ്പോഴാണ് നമ്മൾക്ക് വേറെ പല കഥകളും കേൾക്കാം. ഇതല്ല കഥയെന്ന്, ശരിയായ കഥയെന്ന് മനസ്സിലാവുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ കഥ പറയാൻ അവർക്ക് ആരോടും പറയാനില്ല എന്നുള്ളതാണ്. ആരും അത് കേൾക്കണില്ല, ആരോടും പറയാനില്ല, അവർക്കൊരു ഓഡിയൻസ് ഇല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു വീട്ടിലൊരു ഒരു ചെറുപ്പക്കാരൻ അറസ്റ്റിലായി ജയിലിലാവുന്നു, അവൻ ജയിലിലാണ്. പക്ഷെ അതിനേക്കാൾ വലിയൊരു ജയിൽ പുറത്ത് രൂപപ്പെടുന്നുണ്ട്. അതാണ് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഭ്രഷ്ടാണ്, സാമൂഹികമായ ഭ്രഷ്ട്. അവൻ്റെ കുടുംബക്കാർ, അവൻ്റെ ബന്ധുക്കൾ,
അവൻ്റെ മക്കളുടെ സ്കൂളിലെ സഹപാഠികൾ, മക്കൾ സ്കൂളിൽ നിന്ന് പഠനം നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ അയൽവാസികൾ, ഏറ്റവും അടുത്ത ബന്ധുക്കളായ ആളുകൾ, ഭാര്യ വീട്ടുകാർ വരെ എല്ലാവരും അവരെല്ലാം അകലം പാലിക്കുകയാണ്, മാറി 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 നിൽക്കുക. ഇത് ഏറ്റവും അടുപ്പമുള്ള മനുഷ്യർ വരെ അകന്ന് മാറി നിൽക്കുന്നതിൻ്റെ അത് വല്ലാത്തൊരു അനുഭവമാണ്. ജയിലിലുള്ള ആൾ അവൻ ജയിലിലിരിക്കുന്നു എന്നുള്ളതിനേക്കാൾ മാരകമാണ് പുറത്തുള്ള കുടുംബം ഒരു അദൃശ്യമായ ഈ ജയിൽ ഓഫ് എക്സ്കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു അദൃശ്യമായ തടവറയ്ക്കുള്ളിൽ അകപ്പെടുകയാണ്. അത് ശരിക്കും നമ്മൾ കാണും. സക്കരിയയുടെ വീട്ടിൽ പോയാൽ അത് ശരിക്കും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അത് ഇത് ഭേദിക്കപ്പെടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ സക്കരിയ എന്ന് പറയുന്ന മനുഷ്യൻ ചെറുപ്പക്കാരൻ, ഞാൻ അവനെ പരപ്പന ജയിലിൽ പോയി കണ്ടിട്ടുണ്ട്. കാണുന്ന സമയത്ത് അവന് മീശ മുളച്ചിട്ടില്ല. ഇപ്പൊ സക്കരിയയുടെ പടം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നല്ല താടിയൊക്കെ വെച്ചിട്ടുള്ള ആളാണ്. പൊടി മീശ ഇങ്ങനെ കിളിർത്ത് വരുന്നതേ ഉള്ളൂ. അബ്ദുൽ നാസർ മഅദനിയാണ് എന്നോട് പറഞ്ഞത്, ഇങ്ങനെ ഒരു ചെക്കൻ ഇവിടെ ഉണ്ട്, കാണണം. അന്ന് അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. കുഴപ്പമില്ല ഇൻഷാ അല്ലാ പെട്ടെന്ന് ഇറങ്ങാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവന് അറിയില്ല അവൻ എന്തിനാണ് അവിടെ ഇരിക്കുന്നത് പോലും അവൻ അറിയില്ല. അപ്പോൾ അവൻ്റെ നാട്ടിൽ, അത് മലപ്പുറം ജില്ലയിലാണെന്ന് ഓർക്കണം, വേറെ എവിടെയോ സ്ഥലത്തല്ല, മലപ്പുറം ജില്ലയിലാണ്, പരപ്പനങ്ങാടിയിലാണ്. അവിടെയും അവൻ്റെ കുടുംബത്തിന് ആരോടും സംസാരിക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം അവൻ്റെ കുടുംബത്തെ കേൾക്കാനുള്ള ഒരുക്കം അല്ലെങ്കിൽ ധൈര്യം, സന്നദ്ധത ആ നാട്ടുകാർക്ക് ഉണ്ടായിരുന്നില്ല. ഞാൻ നാട്ടുകാരെ കുറ്റം പറയുകയല്ല, അതാണ് ഈ ഭീകരതാഖ്യാനം വരുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്. അത് ബ്രേക്ക് ചെയ്യുന്നത് അവിടെ മാധ്യമത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യമായിട്ട് ജിഷയാണ് അതിനെക്കുറിച്ച് എഴുതുന്നത്. പിന്നെ വാർത്തകൾ വരുന്നു, സോളിഡാരിറ്റി ഇടപെടുന്നു, അവിടെ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാവുന്നു. അങ്ങനെയാണ് ഈ പറയുന്ന ജയിൽ ഓഫ് എക്സ്കമ്മ്യൂണിക്കേഷൻ അവിടെ ബ്രേക്ക് ചെയ്യപ്പെടുന്നത്. അപ്പൊ ഈ അനുഭവം ഇവരെ ഇത് മറികടക്കാനുള്ള അല്ലെങ്കിൽ ഇവർക്ക് നീതി ലഭിക്കുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ആദ്യപടി ഇവരെ കേൾക്കുക എന്നുള്ളതാണ്. ഇവർക്ക് പറയാനുള്ള അവസരം ഉണ്ടാവുക എന്നുള്ളതാണ്, ഇവരെ കേൾക്കുക എന്നുള്ളതാണ് എന്നൊരു തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയാണ് ജേർണലിസം എന്ന് പറയുന്ന ഒരു ഡൊമൈനിലേക്ക് നമ്മളൊരു കരിയർ വ്യക്തിപരമായി എൻ്റെ ഒരു കരിയർ ഷിഫ്റ്റ് പോലും സംഭവിക്കുന്നത് അങ്ങനെയാണ് എന്ന് വാർ ഓൺ ടെററിസത്തിൻ്റെ 25ാം വർഷത്തിൽ ഞാനത് ഓർത്ത് പറയുകയാണ്. കാരണം പറയുക, കേൾക്കുക, റെപ്രസെന്റ് ചെയ്യപ്പെടുക, അത് വളരെ പ്രധാനമായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ സെഷന്റെ ടോപ്പിക്ക് എങ്ങനെയാണ് മുസ്ലിം തിയോളജി, മുസ്ലിം സംഘടനകളുടെ ഇതിനോടുള്ള പ്രതികരണം, അതിൻ്റെയൊക്കെ ഒരു എവല്യൂഷൻ, അതിൻ്റെയൊക്കെ പരിണാമം എന്തായിരുന്നു എന്നതിനെ കുറിച്ച് കൂടെയാണ്. ഈ പറഞ്ഞ ഇതെല്ലാം മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അബ്ദുൽ നാസർ മഅദനി ആദ്യമായിട്ട് കോയമ്പത്തൂർ ജയിലിലേക്ക് പോകുമ്പോൾ ആരുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കാൻ, ആരുണ്ടായിരുന്നില്ല. അതിൽ ഒരുപക്ഷെ ആദ്യമായിട്ട് മഅദനി നിയമസഹായ സമിതി എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം രൂപപ്പെടുന്നുണ്ട്. അന്നത്തെ NDF-ന്റെ പ്രവർത്തകരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. അത് ശരിക്കും ഒരു ബ്രേക്കിംഗ് ആയിരുന്നു. ഒരു തരം നിശബ്ദത ഉണ്ടായിരുന്നു ഇത്തരം സംഗതികളുടെ കാര്യത്തിൽ. അതിനെ ബ്രേക്ക് ചെയ്യുന്നതിൽ, നന്ദി ചുരുങ്ങുന്ന മഅദനിയുടെ കാര്യത്തിൽ അതിനെ ബ്രേക്ക് ചെയ്യുന്നതിൽ അത് വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടായിട്ടുണ്ട്. പിന്നീട് നമുക്കറിയാം, അത് പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. മഅദനി എന്ന് പറയുന്നത് പൊതുവായ മഅദനിയോട് അനീതി ചെയ്തിരിക്കുന്നു എന്ന പൊതുവായ ഒരു ധാരണ കേരളത്തിലൊരു പബ്ലിക് മുമ്പിൽ രൂപപ്പെടുന്നുണ്ട്. കേരളത്തിലെ നിയമസഭയിൽ പ്രമേയം വരുന്നുണ്ട്. പക്ഷെ അത് വർഷങ്ങളെടുത്തു. ഇതെല്ലാം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ തുടർച്ചയായി സ്ഫോടനങ്ങൾ നടക്കുന്നു, അറസ്റ്റുകൾ ഉണ്ടാവുന്നു, നിശബ്ദത, വലിയൊരു നിശബ്ദതയുടെ ഭ്രഷ്ടിൻ്റെ ജയിൽ രൂപപ്പെടുന്നു, അതിങ്ങനെ പോകുന്നു. ആ സന്ദർഭത്തിലാണ് എൻ്റെ പ്രിയ സുഹൃത്തും SIO-വിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റൊക്കെ ആയിരുന്ന സുഹൈലും ഞാനും ചേർന്ന്
ഖിൽ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു NGO രൂപീകരിക്കുന്നത്. അതിന് ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ പറയുന്ന ഇത്തരം സംഗതികളുമായി ബന്ധപ്പെട്ട അഡ്വക്കസി ആയിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് ഈ ആദ്യം ഒരുപാട് അതുമായി ബന്ധപ്പെട്ട പല ആളുകളും ഈ സമ്മേളനത്തിൻ്റെ പല പല സെഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇങ്ങനെ അറസ്റ്റിലായവരുടെ ബന്ധുക്കളോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത് ആരാണ്? അവർക്ക് അതിനു മുമ്പ് അങ്ങനെ ഒരു ഹിയറിംഗ്, ഒരു ഓഡിയൻസ് എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവരുടെ കേസുകളെ കുറിച്ച് പഠിക്കുന്നു, ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിനെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ ആധുനികമായ ലീഗൽ സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അഡ്വക്കസിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോണ്ടാക്സ്റ്റ്, ഒരു മാഹോൽ സൃഷ്ടിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഗതികളിലേക്കാണ് അത് പോകുന്നത്. പക്ഷേ അത്ഭുതകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഖിൽ എന്തിനു വേണ്ടിയായിരുന്നു രൂപപ്പെട്ടിരുന്നത്, ആ രൂപപ്പെടാനുണ്ടായ ഒരു അതിനെ അപ്രസക്തമാക്കുന്ന വിധം വിവിധ മുസ്ലിം ഇനിഷ്യേറ്റീവ്സ് ഈ വിഷയത്തിൽ ഉണ്ടായി വന്നു എന്നുള്ളതാണ്. അതിലേറ്റവും അഭിമാനത്തോടു കൂടി, ഏറ്റവും സന്തോഷത്തോടു കൂടി ഓർക്കേണ്ട ഒരു സംഗതി ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ പേരാണ്. പ്രത്യേകിച്ച് ബോംബെ കേന്ദ്രീകരിച്ചിട്ടുള്ള ജമിയത്തുൽ ഉലമാ ഹിന്ദിൻ്റെ നേതാക്കന്മാർ മലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ടാണ് അവർ ആദ്യം ഈ വിഷയത്തിൽ ഇടപെടുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ അവർ വളരെ സജീവമായിട്ട് ഇങ്ങനെ ഇരകളാക്കപ്പെട്ട അല്ലെങ്കിൽ ജയിലിലാക്കപ്പെട്ട അനീതിക്ക് വിധേയരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് വേണ്ടി ഇറങ്ങി സംസാരിച്ച് അവരുടെ കേസുകൾ നടത്താനുള്ള ഫണ്ടുകൾ സമാഹരിച്ച്, അത് മുസ്ലിം സമൂഹത്തിൻ്റെ ഈ അനീതിക്കെതിരായി നിൽക്കേണ്ടതുണ്ട്. ഒന്നാമത് ഇത് അനീതിയാണ്, അല്ലെങ്കിൽ ഇത് സംതിങ് ഡ്യൂബിയസ് ബിഹൈൻഡ് എന്ന് ചുരുക്കിയത് ആ നിലക്കെങ്കിലും സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ജമിയത്തുൽ ഉലമാ ഹിന്ദ് രംഗപ്രവേശം ചെയ്യുന്നു. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻകൈയിൽ ആശീർവാദത്തിൽ APCR എന്ന് പറഞ്ഞിട്ട് സംഘടന രൂപപ്പെടുന്നു. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു സെഷൻ APCRനെ കുറിച്ചൊരു സെഷൻ തന്നെ ഇവിടെ ഉണ്ട്. അസോസിയേഷൻ ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന രൂപപ്പെടുന്നു. ആ നിലക്ക് നമുക്ക് ആ പ്രതികരണങ്ങൾ 2001, 2002 ആ ഘട്ടങ്ങളിൽ, അല്ലെങ്കിൽ 2000-ന്റെ ആദ്യ പാതിയിലുണ്ടായിരുന്ന ആ നിശബ്ദതയുടെ, സന്ദേഹത്തിൻ്റെ, മരവിപ്പിൻ്റെ ആ ഒരു സന്ദർഭം പതുക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് വരുന്നത് കാണാൻ പറ്റും. അപ്പം ഒന്നാമത്തെ പ്രതികരണം അപലപനം, രണ്ടാമത്തെ പ്രതികരണം ഞങ്ങളല്ല അവരാണ്. ഈ ഇതിനകത്ത് നിന്നുകൊണ്ട് കറങ്ങിയിരുന്ന മുസ്ലിം പ്രതികരണങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാറുന്നുണ്ട്. ഹൂ ഡിഡ് ഇറ്റ്, ഹൂ ഇസ് ബിഹൈൻഡ് ഇറ്റ്, എന്തിന് ഇയാൾ അറസ്റ്റ് ചെയ്തു, എന്താണ് ഇയാൾക്കെതിരെയുള്ള ചാർജ്, എന്താണ് തെളിവ് എന്നൊക്കെ ചോദിക്കുന്ന ഒരു തരത്തിലേക്ക് മുസ്ലിം നേതൃത്വം പൊതുവായി, ഞാൻ പറയുന്നത് സൂക്ഷ്മമായി നിങ്ങൾക്ക് അതിനകത്തൊക്കെ പ്രശ്നങ്ങൾ കാണാമെങ്കിലും, ഞങ്ങളല്ല അവരാണ്, ഞങ്ങൾ സമാധാനവാദികളാണ്, അവരാണ് തീവ്രവാദികൾ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിൽ നിന്ന് പുറത്തു കടക്കാൻ, ഇവരെ കേൾക്കുവാൻ, അവർക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കുവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് 2010 പിന്നിടുമ്പോഴേക്ക് ആ ഒരു ഘട്ടത്തിലേക്ക് പൊതുവായി മുസ്ലിം നേതൃത്വം കടക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുസ്ലിം പ്രതികരണങ്ങളുടെ സ്വഭാവം മാറുന്നുണ്ട്. എന്ന് മാത്രമല്ല, വളരെ പെട്ടെന്ന് ഇനി അഥവാ ആരെങ്കിലും ഈ പറയുന്ന സ്റ്റേറ്റ് ബാൻഡ് വാഗന്റെ കൂടെ കൂടിയിട്ട് തീവ്രവാദ വിരുദ്ധ അപലപന സാഹിത്യവുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻ എങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ഇതുമായിട്ടുള്ള പ്രതികരണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട, അതൊരു വളരെ നിർണായകമായിട്ടൊരു ഡെവലപ്മെൻ്റാണ്. നിശ്ചയമായിട്ടും ഒരു യുവജന പ്രസ്ഥാനം എന്നുള്ളവർക്ക് സോളിഡാരിറ്റിയുടെ ഇടപെടലുകൾ അതിനകത്ത് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വേറെയും ഒരുപാട് സംവിധാനങ്ങൾ, സംഘടനകൾ, NGOകൾ, ലീഗൽ ആക്ടിവിസ്റ്റുകൾ, മാധ്യമ പ്രവർത്തകർ, അങ്ങനെയെല്ലാം കൂടിയിട്ടുണ്ടായിട്ടുള്ള ഒരു കാര്യമാണത്. ഒരു മുസ്ലിം തിയോളജിനകത്തും ഇതിനകത്ത് ലോകതലത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ, അത് എനിക്ക് ശേഷം വരുന്ന ആളുകൾ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കും. ഈ പറയുന്ന 2 നിലക്കുള്ള എക്സ്ട്രീം പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് ഈ ഹാർഡ് കോർ തക്ഫീരി കൾച്ചർ. നമുക്ക് മുസ്ലിം ലോകത്ത് തീവ്രവാദം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും തീവ്രവാദമുണ്ട്. അത് ഈ പറയുന്ന തക്ഫീരി ലൈൻ സ്വീകരിച്ചിട്ടുള്ള സംഘങ്ങളുണ്ട്. ബോക്കോ ഹറാമിനെ പോലെയുള്ള ISIS പോലെയുള്ള സംഘങ്ങൾ സ്വീകരിക്കുന്ന സമീപനം,
ബോക്കോ ഹറാമിൻ്റെയും ISIS-ൻ്റെയും കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ കൊന്നുകളഞ്ഞ മനുഷ്യരിൽ മഹാഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 95% മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. ഇസ്ലാമിക ഭീകരവാദം എന്നാണ് അതിന് പേരിടുന്നത്. അപ്പം അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പറയുന്ന തക്ഫീരി ഇതാണ് തിയോളജിയാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്രസീവ് റെജീം മാത്രമല്ല, ആ ഒപ്രസീവ് റെജീമിൻ്റെ കീഴിൽ നിൽക്കുന്നവരും അതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്ന ഒരു വിചിത്രമായൊരു കൺക്ലൂഷനിലെത്തിയിട്ട് അവരെയും കൂടെ കൊന്നുകളയാം എന്ന് പറയുന്നൊരു സമീപനത്തിലേക്ക് അവർ വരുന്നു. അത് വലിയ തോതിൽ ആ ഒരു എക്സ്ട്രീം ഒരു ഭാഗത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പം അതിനെ വളർത്തുന്നതിൽ, അതിൻ്റെ ആളുകൾക്ക് ദൃശ്യത നൽകുന്നതിൽ, അതിൻ്റെ ആളുകളെ പിറകിൽ നിന്ന് ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതിൽ സാമ്രാജ്യത്വത്തിൻ്റെ പങ്ക് എന്താണ് എന്നതിനെക്കുറിച്ചിട്ടുള്ള തിയറികളും പഠനങ്ങളൊക്കെ വേറെയുണ്ട്. ഞാൻ അത്തരം കോൺസ്പിറസി തിയറിയിൽ സാധാരണ വലിയ തോതിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷേ ഇതൊരു എലമെൻ്റായിട്ട് അവിടെ ഉണ്ട്. അതിന് വിരുദ്ധ ഇപ്പുറത്തെ എക്സ്ട്രീമിൽ വന്ന ഒരു സാധനമാണ് നമ്മൾ സാധാരണ ക്വയറ്റിസ്റ്റുകൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ലോയലിസ്റ്റുകൾ എന്ന് പറയുന്ന. ഭരണകൂടത്തിന് ലോയലായിട്ട് കഴിയുക എന്നുള്ളത് മാത്രമാണ്. എത്ര എന്താണ് 60 വർഷത്തെ മർദ്ദക ഭരണകൂടമാണെങ്കിലും ഒരു രാത്രിയിലെ അനാർക്കിയേക്കാൾ നല്ലത്, അരാജകത്വത്തെക്കാൾ നല്ലത് അതാണെന്ന് പറഞ്ഞുകൊണ്ട് ഭരണകൂടത്തിന് വിധേയപ്പെടുക എന്നുള്ളതാണ് ശരിയായ മതധർമ്മം എന്ന് വിചാരിക്കുന്ന ആ നിലയിലുള്ള ഒരു തിയോളജി ഇപ്പുറത്ത് രൂപപ്പെടുന്നുണ്ട്. അപ്പം ഇത് രണ്ടും അപകടകരമായിട്ടുള്ള, രണ്ടിനകത്തും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അതിനപ്പുറം സമൂഹത്തോടുള്ള പൊതു നന്മ ലക്ഷ്യമാക്കി അതേസമയം ഭരണകൂടത്തിൻ്റെ മുൻകൈയിൽ രൂപപ്പെടുന്ന അനീതികളെ തിരുത്തിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന ഒരു മധ്യപാത, അല്ലെങ്കിൽ ശരിയായ പാത, അതിലൂടെ മുന്നോട്ട് പോവുക, അതിനെ ശക്തിപ്പെടുത്തുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ദൗത്യം ഈ വാർ ഓൺ ടെററിൻ്റെ പശ്ചാത്തലത്തിൽ അതിനിരയായിക്കൊണ്ടിരിക്കുന്ന സമൂഹങ്ങൾക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ട തിയോളജി, അതിനകത്തുള്ള ഫിഖ്ഹും സംഗതികളൊക്കെ ശക്തമായിട്ട് അതും നിശ്ചയമായിട്ട് മുസ്ലിം ലോകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ശേഷം വരുന്ന പ്രഭാഷകർ അതേക്കുറിച്ച് എന്നെക്കാൾ വിശദമായിട്ട് സംസാരിക്കും. ഇത്രയാണ് ആമുഖമായി പറയാനുള്ളത്. നിങ്ങൾക്ക് നന്ദി.